ഹലോ നമസ്കാരം. ചെറിയ ഗാർഡൻ എക്സോട്ടിക് ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം. നമ്മൾ പരിചയപ്പെടുന്നത് അധികം നിങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു അടിപൊളിയൊരു കാഴ്ചയ്ക്ക് ഭയങ്കര ഭംഗിയുള്ള ഒരു ഫ്രൂട്ടാണ് മക്കട്ടോദേവ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു ചെറിയ ചെടിയാണ് കേട്ടോ. ഇത് നമ്മൾ ഇതിലിപ്പോൾ കായ്ച്ചുകൊണ്ടാണ് ഇതെടുത്തത്. ഇതിന് മുമ്പിലുണ്ടായിരുന്ന ചെടി വലിയ ചെടി ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്, അത് അതിൻ്റെ കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എല്ലാ സീസണിലും കായുണ്ട്. ഇപ്പോൾ ഈ ചെടിയിലാണ് കായുള്ളത്, അതുകൊണ്ടാണ് ഈ ചെടി ഇപ്പം ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്തത്. മക്കട്ടോദേവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പഴം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ പല രോഗങ്ങൾക്കും ഒരു പ്രതിവിധിയാണ് ഈ പഴം. ഇത് നമുക്ക് നേരിട്ട് തിന്നാൻ പറ്റിയല്ല, പക്ഷേങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ തൊലി ഉണക്കി വെള്ളത്തിലിട്ട വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ മിറാക്കിൾ സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഷുഗർ പേഷ്യൻസിനാണ്. അത് ഒത്തിരി പേര് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഷുഗർ പേഷ്യൻസ് ഇത് കഴിക്കുവാണെങ്കിൽ ഷുഗർ പെട്ടെന്ന് താന്നതായിട്ട് പറയുന്നു. കാരണം ഇത് കണ്ടാൽ നല്ല ഭംഗിയാണ്, അതുകൊണ്ട് ഞെങ്ങ് കൊള്ളുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നമുക്കങ്ങനെ കഴിച്ചാൽ ഒരു ഫ്രൂട്ട്സ് കഴിക്കുന്ന പോലെയുള്ളൊരു ഫീലൊന്നും ഉണ്ടാകില്ല എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷെ കാണാൻ നല്ല സുന്ദര കുട്ടന്മാരാണല്ലേ. അപ്പം അതുകൊണ്ട് ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലി ഉണക്കിയെടുത്ത് ഇതിൻ്റെ കുരു നല്ലതല്ല എന്നാണ് പറയുന്നത്. ഇത് പറിച്ചെടുക്കാം. കുരു നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കുരു നമ്മൾ എടുക്കണ്ട. കുരുവിന് പകരം ഇതിൻ്റെ തൊലി മുറിച്ചെടുത്ത് ഉണക്കി നമ്മൾ വെള്ളത്തിൽ വിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വിട്ട് കുടിക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഷുഗർ പേഷ്യൻസിന് വലിയ രീതിയിൽ ഷുഗർ മാറ്റം വരുന്നതായിട്ട് കുറേ പേര് പറയുന്നുണ്ട്. ഇതിപ്പം ഓൺലൈനിലൊക്കെ മേടിക്കാനും കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്തിനാണ് മേടിക്കേണ്ട ആവശ്യം? നമുക്കൊരു തൈ ഉണ്ട് വീട്ടുമുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഷുഗർ പേഷ്യൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കണ്ടോ, ഇത് എല്ലാ സമയത്തും ഇത് ഫ്രൂട്ട് ഉണ്ടാകുന്നതിൻ്റെ പ്രത്യേകത. ഇതൊക്കെ നമുക്കിതെല്ലാം പറിച്ചെടുക്കാം. ഇതെല്ലാം പഴുത്തിട്ടുണ്ട്. ഞാൻ ബാസ്ക്കറ്റ് എടുത്തിട്ടില്ല പറിക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, അടുത്ത തന്തത്തേക്ക് ആയി വരുന്നുണ്ടോ. അടുത്തത് പൂവാവുന്നു, ചെറുത് മുട്ട ഇടുന്നു, തളിര് വരുന്നു ചിലയിടത്ത് അതൊക്കെയും. ഇതെല്ലാം അടുത്ത് കഴിഞ്ഞതോടെ അടുത്ത് പൂവായി വരും, ചെറിയ ചെറിയ കായകളായി വരും. അതിൻ്റെ ഇടയിൽ ഒരാൾ നിൽപ്പുണ്ടാകും, നിങ്ങൾ പറിച്ചേക്കാം. ഇപ്രാവശ്യം എണ്ണം കുറവാണ് കേട്ടോ. ഈ ചെടി ഇപ്പോൾ 1 വർഷം പോലും ആയിട്ടില്ല വെച്ചിട്ട്. പക്ഷേ എൻ്റെ ഗ്രോത്ത് നോക്കി, നല്ല ഗ്രോത്തല്ലേ. ഇത് നമ്മൾ പറയുന്ന നമ്മുടെ സ്വന്തം വളം കേട്ടോ ഉപയോഗിക്കുന്നതൊക്കെ. ചെടിക്ക് നല്ല ഗ്രോത്താണ്. ഇതിനൊക്കെ കായ ഉണ്ടാകുന്നതുണ്ടോ, നോക്കൂ. ഇതുണ്ടോ, ഇതെല്ലാം കായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കായ ഉണ്ടാവും. ചെടി നല്ല ഗ്രോത്തുള്ള ചെടിയാണ്. കുറേ ബ്രാഞ്ചസ് വന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുന്ന ഒത്തിരി ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിട്ട് കഴിച്ചാൽ മതി. അതുകൊണ്ട് എല്ലാവരും ഇത്തരം ചെടിയൊക്കെ മേടിച്ച് വെക്കുക. ഷുഗറാന്ന് പറഞ്ഞുള്ള മരുന്നെല്ലാം കഴിച്ച് കിടക്കണ്ട, എനിക്ക് വേറെ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞിരിക്കേണ്ട. ഇത് യൂട്യൂബിലോ ഗൂഗിളിലോ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക ഈ കായിനെക്കുറിച്ച്. മക്കട്ടോദേവ പേര് ഇപ്പോൾ ഓർക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മക്കട്ടോദേവ എന്നാണ് കേട്ടോ. ഓർക്കുക, ചെടി നോക്കി ഒരു തൈയൊക്കെ വീട്ടുമുറ്റത്ത് ഡ്രമ്മിലോ മറ്റോ ആകെ മുളപ്പിക്കുക. തൈ വെച്ചതിന് ശേഷം അതിൻ്റെ കാവ് ഉപയോഗിക്കുക എന്നുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.